ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ മിൽക്ക് ഷേക്ക് ആണ്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ഷേക്കിനായിട്ട് ഞാൻ 2 ആപ്പിൾ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത്ര മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, പക്ഷേ ഇതിൽ നിന്ന് കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇത് നല്ല മധുരമാണ്, 6 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് 5 രൂപയുടെ ഒരു ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൂസ്റ്റിന് പകരം വേണമെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് നല്ല കട്ടയാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ്, അതായത് ഫ്രോസൺ മിൽക്ക്. അപ്പോൾ വേണമെങ്കിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ളത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പകുതി ഫ്രോസണും പകുതി ലൂസായിട്ടുള്ള പാല് പക്ഷെ നന്നായിട്ട് തണുപ്പിച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ കട്ടിപ്പാല് തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു ഷേക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഇനി ഇതിലേക്ക് ആപ്പിൾ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാവും. പുറമേ നോക്കുമ്പോൾ അതിനുള്ള ചോക്ലേറ്റിന് ചെറിയൊരു ടേസ്റ്റും ഒക്കെ കിട്ടും. മുകളിലും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു ആപ്പിൾ മിൽക്ക് ഷേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഷേക്കാണ്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.